നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് 9 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാവാതെ കോൺഗ്രസിനുള്ളിൽ തർക്കം തുടരുന്നതിനിടെ നിർണായക നീക്കവുമായി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന മെല്ലെപ്പോക്കിനെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ലീഗ് നാളെ രാവിലെ 10 മണിക്ക് പാണക്കാട് അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന ഉറച്ച നിലപാടിലാണ് ലീഗ് നേതൃത്വം. 102 സീറ്റുകളുമായി വലിയ വിജയം നേടിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നതിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. ജനവികാരം മാനിക്കാതെ മുഖ്യമന്ത്രി ചർച്ചകളിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നതിൽ ലീഗിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഇതിനൊപ്പം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ലീഗിന്റെ അഭിപ്രായം തേടാത്തതിലും പാർട്ടിക്ക് അതൃപ്തിയുണ്ട്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേൽക്കാത്തത് മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടാകുന്നു. മന്ത്രിയില്ലാതെ SSLC ഫലപ്രഖ്യാപനം പോലും നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യമെല്ലാം ലീഗ് യോഗത്തിൽ ചർച്ചയാകും. കോൺഗ്രസ് നേതൃത്വത്തിലെ ഗ്രൂപ്പ് പോരും ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളും ഭരണവിരുദ്ധ വികാരമായി മാറുമോ എന്ന ഭയം ലീഗ് ക്യാമ്പിനുണ്ട്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കത്തോടാണ് ലീഗിന് പ്രധാനമായും തന്നെ വിയോജിപ്പുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരാൾ തന്നെ ഭരണത്തലവനാകണമെന്ന വാദത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തല പോലൊരു സമവായ സ്ഥാനാർത്ഥി വന്നാൽ എതിർക്കേണ്ടതില്ലെന്നാണ് പ്രാഥമികമായ ധാരണ. എന്നാൽ ഹൈക്കമാൻഡ് നിർബന്ധപൂർവം KC വേണുഗോപാലിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നതാകും നാളത്തെ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഭരണം കയ്യിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാത്തത് അണികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. MLA-മാർ അടക്കമുള്ള ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയത് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. ഇതിനോടാണോ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന ചോദ്യം വോട്ടർമാർക്കിടയിൽ നിന്ന് ഉയരുന്നത് ലീഗ് ഗൗരവമായി കാണുന്നു. ഭരണസ്തംഭനം ഒഴിവാക്കാനും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും അടിയന്തരമായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേ മതിയാകൂ എന്ന് ലീഗ് ആവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആര് എന്നതിൽ ലീഗിൽ അഭിപ്രായം തേടിയില്ലെങ്കിലും തീരുമാനമെടുത്താൽ മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് ലീഗ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കുമെന്നാണ് പാർട്ടിക്ക് പ്രതീക്ഷയുള്ളത്. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഘടകകക്ഷികൾക്ക് പങ്കില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് ഉൾപ്പെടെ നാളത്തെ ലീഗ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കങ്ങൾ മുന്നണിയുടെ പ്രതിച്ഛായ തകർക്കുന്ന സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദ തന്ത്രത്തിലൂടെ പരിഹാരം കാണാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. നാളത്തെ പാണക്കാട് യോഗം കൈക്കൊള്ളുന്ന തീരുമാനം UDF സർക്കാരിന്റെ രൂപീകരണത്തിൽ നിർണായകമാകും. അണികളുടെ വികാരം ഉൾക്കൊണ്ട് നീങ്ങാൻ നേതൃത്വം തീരുമാനിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അത് വലിയ വെല്ലുവിളിയായി മാറും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ അനിശ്ചിതത്വം തുടരുന്നത് മുന്നണി ബന്ധത്തെ പോലും ബാധിച്ചേക്കാമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം കേരള മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ന് ഡൽഹിയിലെത്തും.